കോൺഗ്രസിന്റെ കുഴി തോണ്ടുന്നത് മുതിർന്ന പാർട്ടി നേതാക്കൾ. ഇത്തിൽ കണ്ണികളായി തുടരുന്ന ഇവർ തന്നെയല്ലേ കോൺഗ്രസിന്റെ ശാപവും. ഊർജ്ജശ്വാസം ഒലിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയിൽ നിരന്തരം ആഭ്യന്തര കലാപം സൃഷ്ടിക്കുന്നത് അവരുടെ രാഷ്ട്രീയ എതിരാളികളല്ല, മറിച്ച് ആഭ്യന്തര കലഹങ്ങളും തൊഴുത്തിൽ കുത്തുമാണ്. ഇതോടെ തകർച്ചയുടെ പാതാളത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം. സ്വാതന്ത്ര്യത്തിനു ശേഷം അരനൂറ്റാണ്ട് കാലം രാജ്യം ഭരിച്ച പാർട്ടി ഇന്നിപ്പോൾ ഊർജ്ജശ്വാസം വലിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. കാലമില്ലാത്ത കാലം എന്ന കവിതയിൽ കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ അസ്ഥിയില്ലാതൊരു വസ്തു ശരീരത്തിൽ അവർക്കില്ല, ദുസ്ഥിതിക്കും കുറവില്ല, ദുർനിലയ്ക്കും കുറവില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. പാർട്ടിയുടെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളെ ചോദ്യം ചെയ്യുകയും നിലപാടുകൾക്കെതിരെ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നത് പതിവായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി 11 വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ നേരിയ വെല്ലുവിളി പോലും ഉയർത്താനാകാതെ തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് കോൺഗ്രസ്. തിരിച്ചുവരവിന്റെ ഒരു ലാഞ്ചന പോലും കാണിക്കുന്നില്ല. നേതാക്കളും പാർട്ടിയും പല വഴിക്ക് നീങ്ങുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. രാഹുൽ ഗാന്ധി നേതാവ് എന്ന നിലയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നേതാക്കളിൽ 99% പാർട്ടി പരിപാടികളിൽ നിന്ന് VRS എടുത്തവരാണ്. ഒരു പണിയും ചെയ്യാതെ കുത്തിയിരിപ്പുമായി കാലം കഴിച്ചുകൂട്ടുന്നവർ. BJPയെ പോലെ ശക്തവും സംഘടിതവുമായ മറ്റൊരു പാർട്ടി ഇന്ന് ഇന്ത്യയിലില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി നിലവിലുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നുമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ P. ചിദംബരം ഒരു പൊതുചടങ്ങിൽ പറഞ്ഞത്. പോലീസ് സ്റ്റേഷൻ മുതൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ BJP അവരുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെയും മുന്നണിയുടെയും വളർച്ചയ്ക്കും കുതിപ്പിനും തടസ്സം നിൽക്കുന്നത് BJPയോ മറ്റു പാർട്ടികളോ അല്ലെന്ന് വ്യക്തം. കപ്പലിലാണ് കള്ളൻ. ചിദംബരത്തിന്റെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 1967 ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭക്തവത്സലമായിരുന്നു കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ പാർട്ടി വളർത്താൻ ചിദംബരം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ജപ എന്നാകും മറുപടി. 60 വർഷമായി ദ്രാവിഡ പാർട്ടികളാണ് തമിഴ്നാട് ഭരിക്കുന്നത്. അവരുടെ തോളിലേറിയാണ് പളനിയപ്പൻ ചിദംബരം കേന്ദ്രമന്ത്രിസഭയിൽ പലവട്ടം മന്ത്രിയായത്. ഇപ്പോൾ മകൻ കാർത്തി ചിദംബരത്തിനെ MP ആക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസിനെ അടപടലം വെട്ടിലാക്കിയ മറ്റൊരു വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരാണ്. കോൺഗ്രസിന്റെ നിലപാടുകൾക്കും പ്രഖ്യാപിത നയങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് വിശ്വപൗരൻ പട്ടം കിട്ടിയ തരൂർ. എന്നിട്ടും ശശി തരൂരിനെ നിലക്കി നിർത്താനോ ശാസിക്കാനോ കഴിയാതെ നെടുവീർപ്പിടുകയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്കയെ നിലക്കി നിർത്തിയ ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകളുടെ പ്രസക്തി ഏറുകയാണെന്ന് പാർട്ടി ആവർത്തിക്കുമ്പോൾ തരൂർ പറയുന്നത് ആ നയങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയും ഇല്ലെന്നാണ്. പാർട്ടി അച്ചടക്കത്തിന്റെ വേലിക്കെട്ടുകളിൽ നിൽക്കാതെ വളയമില്ലാതെ ചാടുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ മൂലക്കിരുത്താൻ പോലും കഴിയാതെ ചക്രശ്വാസം വലിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പോലും പറയാൻ ത്രാണിയില്ലാതെ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ത്രിതല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ എന്തിന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നതിൽ വ്യക്തത ആവശ്യപ്പെട്ട് കലാപത്തിലാണ് K. സുധാകരൻ. വിളിച്ചാൽ വിളിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന പ്രവർത്തകർ തനിക്കൊപ്പമുണ്ടെന്നും പാർട്ടിയുടെ അംഗീകാരവും അഭിനന്ദനവും വേണ്ടെന്നുമാണ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ സുധാകരൻ പറയുന്നത്. തനിക്ക് ലഭിച്ചത് അത്ര വലിയ സ്ഥാനമൊന്നുമല്ലെന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. ആ സ്ഥാനം കിട്ടിയിട്ട് എന്താ ഗുണം? ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയാണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഒരു ചർച്ചയും കൂടാതെയാണ് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് സുധാകരൻ തുറന്നടിച്ചിട്ടും പാർട്ടി നേതൃത്വം ഒരക്ഷരം പ്രതികരിക്കാതെ വായ പൂട്ടിയിരിക്കുകയാണ്. അധികാരത്തോടുള്ള കോൺഗ്രസ് നേതാക്കളുടെ അടങ്ങാത്ത ആക്രാന്തമാണ് കോൺഗ്രസിനെ ഈ വഴിക്കാക്കിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.